Hi everyone. 24th January ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The dipole moment of RCN is greater than that of RNC. The dipole moment of RCN is greater than that of RNC. മക്കളതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. സി നേരെ തിരിച്ചാണ്. ഇവിടെ ഗ്രേറ്റർ എന്നുള്ള ടേം തെറ്റാണ്. പകരം ഇത് ലെസർ ദാൻ. സി ആർ എൻ സിക്കാണ് എന്തുള്ളത് കൂടുതൽ ഡൈപ്പോളിനുള്ളത്. കാരണം ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് കണക്റ്റഡ് വിത്ത് ഇലക്ട്രോനെഗറ്റീവ് നൈട്രജൻ ആറ്റമാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തിലേക്ക് പോവാണ്. ക്യാൻ അണ്ടർഗോ ഹൈഡ്രോളിസിസ് അണ്ടർ അസിഡിക് കണ്ടീഷൻ ടു പ്രൊഡ്യൂസ് RCOH. കുട്ടികൾ അവിടെയും തെറ്റാണ്. കാരണം ഈ RNC എന്ന് പറയുന്ന കോമ്പൗണ്ട് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ സി RNC ഓൺ ഹൈഡ്രോളിസിസ് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് സി ദിസ് സൈഡ് വി ഹാവ് H, അപ്പർ സൈഡ് OH, ഇങ്ങനെ പോവുക. അപ്പം അങ്ങനെ പോയാൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് അൾട്ടിമേറ്റ്ലി RNH2 അപ്പുറത്ത് ഒരു കാർബണുള്ള ആസിഡുമാണ്. ഒരു കാർബണുള്ള ആസിഡ് എന്ന് പറഞ്ഞാൽ HC ഡബിൾ ബോണ്ടോ OH, ഇതാണ് നമുക്ക് കിട്ടുക. അപ്പം പകരം അവർ പറയുന്നു ഈ കാർബോക്സിലിക് ആസിഡ് കിട്ടുമെന്ന്. ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത് RCN hydrolyzes under acidic medium to produce a compound. അപ്പം നമുക്ക് അവിടുത്തെ എഴുതി നോക്കാം. സോ RCN ഹൈഡ്രോളിസിസ് നടത്തിയാൽ എന്ത് കിട്ടും? RC ട്രിപ്പിൾ ബോണ്ട് N. ഇയാൾ ഹൈഡ്രോളിസിസ് നടന്നു. ഹൈഡ്രോളിസിസ് നടത്തപ്പോൾ നമുക്ക് കിട്ടിയത് ആദ്യം RC ഡബിൾ ബോണ്ട് O NH2 പാർഷ്യൽ ഹൈഡ്രോളിസിസ്. സോ ഓൺ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് യു ആർ ഗെറ്റിംഗ് RC ഡബിൾ ബോണ്ട് OH. അപ്പം നമുക്ക് ആരെ കിട്ടി? കാർബോക്സിലിക് ആസിഡിന് കിട്ടി. മക്കളെ ഈ കാർബോക്സിലിക് ആസിഡ് വീണ്ടും ആരുമായി ട്രീറ്റ് ചെയ്യുന്നു? SOCl2. സോ കാർബോക്സിലിക് ആസിഡ് ഓൺ ട്രീറ്റിംഗ് വിത്ത്, സോ ഹിയർ ഐ ക്യാൻ റൈറ്റ് SOCl2. വി ഗെറ്റ് RC ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് Cl. അഡിഷൻ ഓഫ് അമോണിയ. അമോണിയ ആഡ് ചെയ്തപ്പോൾ NH3 RC double bond O single bond NH2. You got amide. Next, this compound on treated with NaOCl NaOH എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോഫ്മാൻസ് ബ്രോമൈഡ് റിയാക്ഷൻ ആണ്. സോ നെക്സ്റ്റ് ഹോഫ്മാൻസ് ബ്രോമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻസ് ബ്രോമൈഡ് റിയാക്ഷൻ നടക്കുമ്പോൾ വി ഹാവ് RNH2. ഇതിനെ അടുത്ത CHCl3 KOH കാർബലമീൻ റിയാക്ഷൻ. യു ആർ ഗെറ്റിംഗ് ദ കോമ്പൗണ്ട് RNC. യെസ്. അപ്പോൾ അത്രയും സ്റ്റോറി അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഐസോസൈനൈഡ് കിട്ടുമോ ഇല്ലെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ തിരക്കിപ്പോയാൽ ഫസ്റ്റ് വൺ ഈസ് ഫോൾസ്, സെക്കൻഡ് വൺ ഈസ് ട്രൂ എന്നുള്ളൊരു ഓപ്ഷനാണ്. Option 4 can be selected as the answer for this particular question. Thank you.